മക്കളെ, നിങ്ങൾ USS പ്രിപ്പറേഷനൊക്കെ വളരെ നന്നായിട്ട് പോകുന്നുണ്ടാവും. അപ്പോൾ നിങ്ങളെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട്, നിങ്ങളെ മാർക്കിൽ ബൂസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് സൈമാത്തിന്റെ ഭാഗത്ത് നിന്ന് ഇന്ന് നമ്മൾ മാത്സിന്റെ ക്വസ്റ്റ്യൻസ് ആയിട്ടാണ് വന്നിരിക്കുന്നത്. നമുക്ക് നേരെ ക്വസ്റ്റ്യനിലേക്ക് പോകട്ടോ. നോക്കടാ, ആദ്യത്തെ ക്വസ്റ്റ്യനിൽ പറഞ്ഞിരിക്കുന്നത് എന്താണ്? ഒരു ക്ലാസ്സിലെ 180 സ്റ്റുഡൻസ്, 7ാം ക്ലാസ്സിലെ 180 സ്റ്റുഡൻസ് ഏതെങ്കിലും ക്ലബിന്റെ മെമ്പേഴ്സ് ആണ്. അങ്ങനെയാണെങ്കിൽ ഏത് സ്റ്റേറ്റ്മെന്റ് ആണ് ശരി എന്നാണ് നോക്കേണ്ടത്. ഓക്കെ, നമുക്ക് ഇവിടെ ഒരു പൈ ഡയഗ്രം തന്നിട്ടുണ്ട്. ഈ പൈ ഡയഗ്രത്തിൽ നിന്ന് നമ്മൾ ഡീറ്റെയിൽസ് റീഡ് ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്യണം? ഈ സ്റ്റേറ്റ്മെന്റിൽ, ഈ 4 സ്റ്റേറ്റ്മെന്റിൽ ഏതാണ് ശരി എന്ന് നോക്കണം. ഓക്കേടാ, നമുക്ക് പൈ ഡയഗ്രം റീഡ് ചെയ്യാം. നോക്ക്, ഇവിടെ മാത്സ് ക്ലബ്ബ്, പകുതിയോളം ആൾക്കാർ മാത്സ് ക്ലബിലെ മെമ്പേഴ്സ് ആണ്. മാത്സ് ക്ലബില് മെമ്പേഴ്സ് പകുതിയാണെന്ന് പറഞ്ഞാൽ 180ന്റെ പകുതി മാത്സ് ക്ലബിലാണ്. അങ്ങനെയാണെങ്കിൽ 90 മെമ്പേഴ്സ് എന്തുണ്ടാവും? മാത്സ് ക്ലബിൽ ഉണ്ടാവും. റെഡി? ഇനി നോക്കടാ, ഈ പകുതി കഴിഞ്ഞിട്ട് പിന്നെ ഒരു 1/4% എജു ക്ലബിലെ അംഗങ്ങളാണ്. എന്ന് പറഞ്ഞാൽ എന്താടാ? 1/4 ഓഫ് 180 ആണ്. റെഡി? അങ്ങനെയാണെങ്കിൽ ഇത് എത്ര ആൾക്കാരുണ്ടാവും? ഇത് 45 ആൾക്കാരുണ്ടാവും. ഇനി നമുക്ക് റിമൈനിങ് ആയിട്ടുള്ള 45 ആൾക്കാരാണ് ഈ ഒരു ഭാഗത്തുള്ളത്. റെഡി? 45 ആൾക്കാരാണ് ഭാഗത്തുള്ളത്. ഇനി നമ്മുടെ സ്റ്റേറ്റ്മെന്റിലേക്ക് നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാകും, ഇംഗ്ലീഷ് ക്ലബിനെ കുറിച്ചിട്ടാണ് നമ്മളോട് ചോദിച്ചിട്ടുള്ളത്. ഇംഗ്ലീഷ് ക്ലബിൽ എത്ര മെമ്പേഴ്സ് ഉണ്ടെന്ന്. എടാ, നമുക്ക് ഇവിടെ നിന്ന് ഇംഗ്ലീഷ് ക്ലബിലെ മെമ്പേഴ്സിനെ കാണാം. എത്ര മെമ്പേഴ്സ് ഇംഗ്ലീഷ് ക്ലബിൽ ഉണ്ടെന്ന്. നമുക്ക് ഇവിടെ ഒരു ആംഗിൾ മാത്രമാണ് കിട്ടിയിട്ടുള്ളത്. ഈ ഒരു ആംഗിൾ എത്ര ആയിക്കോടാ? ഈ ഒരു ആംഗിൾ എപ്പോഴും എന്തായിരിക്കും? 90 ആയിരിക്കും. കാരണം ഈ രണ്ടാൾക്കാർ എന്താണ്? പെർപെൻഡിക്കുലർ ആയിട്ടാണ് കിടക്കുന്നത്. റെഡി? അങ്ങനെയാണെങ്കിൽ ഈ ആംഗിൾ 16 തന്നിട്ടുണ്ട്. ബാക്കി ആംഗിൾ എത്ര ആയിരിക്കും? 90 മൈനസ് 60 ആയിരിക്കും, 30 ആയിരിക്കും. റെഡി? അങ്ങനെയാണെങ്കിൽ ഈ ആംഗിളും തമ്മിലുള്ള റേഷ്യോ നമുക്ക് കണ്ടൂടെ? ഇത് 30 ആണ്, ഇത് 60 ആണ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് റേഷ്യോ എടുക്കാം 30:60:30. ഓക്കെ, അങ്ങനെയാണെങ്കിൽ 2:1 റേഷ്യോയിലാണ് ഈ 2 പേരും കിടക്കുന്നത്. അങ്ങനെയാണെങ്കിൽ നമുക്ക് 45നെ ഈ റേഷ്യോന്റെ ടേംസിലേക്ക് മാറ്റിയാലോ? 45 നമ്മൾ റേഷ്യോയുടെ ടേംസിലേക്ക് എങ്ങനെ മാറ്റും? സയൻസ് ക്ലബിൽ എത്ര ആൾക്കാരുണ്ട് എന്ന് അറിയാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യും? 45 ഇൻറ്റു സയൻസ് ക്ലബിന്റെ റേഷ്യോ ഡിവൈഡഡ് ബൈ ടോട്ടൽ റേഷ്യോ. അങ്ങനെയാണെങ്കിൽ നമുക്ക് 90/3. അപ്പൊ നമുക്ക് എന്ത് കിട്ടും? 30 പേരുണ്ടെന്ന് കിട്ടും. റെഡി? അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇംഗ്ലീഷ് ക്ലബിലെ മെമ്പേഴ്സിന് കിട്ടാൻ വേണ്ടിയിട്ട് 45 ഇൻറ്റു 1 ഡിവൈഡഡ് ബൈ ടോട്ടൽ റേഷ്യോ. അങ്ങനെയാണെങ്കിൽ നമുക്ക് 15 എന്ന് കിട്ടും. അപ്പോൾ ഇംഗ്ലീഷ് ക്ലബിൽ 15 മെമ്പേഴ്സും സയൻസ് ക്ലബിൽ 30 മെമ്പേഴ്സും ഉള്ളത്. റെഡി? അപ്പൊ നമുക്ക് ഇംഗ്ലീഷ് ക്ലബിൽ മെമ്പേഴ്സിന് എണ്ണം കിട്ടി. ഇനി നമ്മൾക്ക് നേരെ നമ്മുടെ ഈ ഒരു സ്റ്റേറ്റ്മെന്റ്സിലേക്ക് പോയി നോക്കിയാൽ മനസ്സിലാവും 30% സ്റ്റുഡൻസും ഇംഗ്ലീഷ് ക്ലബിലെ മെമ്പേഴ്സ് ആണ് ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ്. അത് ശരിയാണോ? ഒരിക്കലും അല്ല. കാരണം 15 ആൾക്കാരാണ് ഇംഗ്ലീഷ് ക്ലബിലുള്ളത്. 15/180. അങ്ങനെ ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഒരിക്കലും എന്ത് കിട്ടില്ല? 30% കിട്ടില്ല. ഓക്കെ, ഈ ഒരു സ്റ്റേറ്റ്മെന്റ് ശരിയല്ല. ഈ ഒരു സ്റ്റേറ്റ്മെന്റ് എന്തല്ല? ശരിയല്ല. രണ്ടാമത് 1/3 ഓഫ് ദി ക്ലാസ് എന്നാണ് പറഞ്ഞത്. 1/3, 1/3 ആൾക്കാർ എന്താണ്? ആ ക്ലാസ്സിൽ മെമ്പേഴ്സ് ആണെന്ന് പറയുന്നത്. ഇത് നമുക്ക് ഡിവൈഡ് ചെയ്താൽ ഈ ഒരു 50/180 ഡിവൈഡ് ചെയ്താൽ നമുക്ക് ഒരിക്കലും എന്ത് കിട്ടില്ല? 1/3 കിട്ടില്ല. അതുകൊണ്ട് രണ്ടാമത്തെ ഓപ്ഷൻ എന്തല്ല? ശരിയല്ല. ഇനി 1/12 ഓഫ് 7th ക്ലാസ് സ്റ്റുഡൻസ് ആർ ദ മെമ്പേഴ്സ് ഓഫ് ഇംഗ്ലീഷ് സ്റ്റുഡൻറ്. ഈ ഒരു സ്റ്റേറ്റ്മെന്റിൽ നോക്കിയാൽ നമുക്ക് മനസ്സിലാവും 50/180 എന്ന് പറഞ്ഞാൽ നമുക്ക് റെഡ്യൂസ് ചെയ്ത് എങ്ങനെ എഴുതാൻ പറ്റും? 1/12 എന്ന് എഴുതാൻ പറ്റും. റെഡി? അപ്പം 1/12 ഓഫ് ദ സ്റ്റുഡൻസ് ആണ് ഏത് ക്ലബിലുള്ളത്? ഇംഗ്ലീഷ് ക്ലബിലുള്ളത്. അപ്പൊ ഈ ഒരു സ്റ്റേറ്റ്മെന്റ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ശരിയാണെന്ന് ലോക്ക് ചെയ്യാൻ പറ്റും. റെഡി അല്ലേ? നമ്മൾ പൈ ഡയഗ്രം റീഡ് ചെയ്തു, നമ്മൾ ആ റേഷ്യോ മനസ്സിലാക്കി, അവിടുന്ന് എത്ര സ്റ്റുഡൻസ് ഉണ്ടെന്ന് മനസ്സിലാക്കി. അങ്ങനെ നമ്മൾ ശരിയായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് കിട്ടി. ഓക്കേടാ?